ഓസ്ട്രേലിയയുമായിട്ടുള്ള ഓടി പരമ്പരയിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും സംശയമാണ് ഹാർദിക് പാണ്ഡ്യയും ജഡേജയും എവിടെയെന്നത്. ഹാർദിക് പാണ്ഡ്യ ടീമിലില്ലാത്തതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. നിലവിലെ പ്രധാന സെലക്ടറായ അജിത് അഗാർക്കർ അറിയിച്ചതിനനുസരിച്ച് ഹാർദിക് പാണ്ഡ്യയ്ക്ക് നിലവിൽ ഇഞ്ചുറി മൂലമാണ് ടീമിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്. ഈ കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിന് മുമ്പ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. അതിനാലാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിന് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഉടൻ തന്നെ ഹാർദിക് പാണ്ഡ്യ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ചികിത്സയും പരിശീലനവും ആരംഭിച്ചു. പക്ഷേ എന്തുകൊണ്ട് ജഡേജ ടീമിലില്ല? ചീഫ് സെലക്ടറായ അജിത് അഗാർക്കർ വ്യക്തമാക്കുന്നതിനനുസരിച്ച് ഓസ്ട്രേലിയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ടീമിന് ഒരുപാട് ഇടംകൈയ്യൻ സ്പിന്നർമാരെ ആവശ്യമില്ല. നിലവിൽ ടീമിൽ അക്സർ പട്ടേൽ ഒരു ഇടംകൈയ്യൻ സ്പിന്നർ ഓൾറൗണ്ടറായി ഉള്ളതുകൊണ്ട് BCCI ജഡേജയെ ഒഴിവാക്കിയതാണ്. എന്നാൽ ജഡേജയെ 2027 ലോകകപ്പിനുള്ള പ്ലാനുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും ഇത് ചെറിയൊരു പരമ്പര മാത്രമാണെന്നും അഗാർക്കർ കൂട്ടിച്ചേർക്കുന്നു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹാർദിക് പാണ്ഡ്യയുടെയും ജഡേജയും അഭാവം ഇന്ത്യക്കൊരു വലിയ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. Kohli goes down the ground. Kohli goes out of the ground. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup. അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് എന്തുകൊണ്ട് കുൽദീപ് യാദവ്? ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഫസ്റ്റ് 11 കളിപ്പിക്കാതിരുന്ന കുൽദീപ് യാദവിനെ എന്തുകൊണ്ട്? കഴിഞ്ഞ ഏഷ്യക്കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും താരത്തിന് ഓസ്ട്രേലിയയായ ആദ്യ ഫസ്റ്റ് 11 സ്ഥാനം കിട്ടിയില്ല. കുൽദീപ് യാദവ് ടീമിൽ ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം ടീം മാനേജ്മെൻറ്റിൻ്റെ ബാറ്റിംഗ് ഡെപ്തിൻ്റെ പ്രാധാന്യം നൽകിയതാണ്. കുൽദീപ് യാദവിന് പകരം ബാറ്റ് ചെയ്യാൻ കഴിവുള്ള വാഷിംഗ്ടൺ സുന്ദറിനെയും അക്സർ പട്ടേലിനെയും ടീമിൽ ഉൾപ്പെടുത്തി. കൂടാതെ അരങ്ങേറ്റക്കാരനായ നിതീഷ് കുമാർ റെഡ്ഡിയെ മൂന്നാമത്തെ ഓൾറൗണ്ടറായി കളിപ്പിക്കുകയും ഇന്ത്യയുടെയും എക്കാലത്തെയും മികച്ച സ്പിന്നറിൽ ഒരാളായ രവിചന്ദ്രൻ അശ്വിൻ ഈ തീരുമാനത്തെ ശക്തമായി തന്നെ ചോദ്യം ചെയ്തു. എത്ര ഓൾറൗണ്ടർമാരെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അശ്വിൻ ചോദിച്ചു. കൂടാതെ ബാറ്റിംഗ് ഡെപ്തിനായി മാത്രം കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് അശ്വിൻ വിമർശിച്ചു. ടീമിലെ പ്രധാന ബൗളറെ ഒഴിവാക്കിയത് ശരിയായ രീതിയല്ലെന്നും വലിയ ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ പോലും കുൽദീപിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പന്തെറിയാൻ കഴിയുമായിരുന്നു എന്നും അശ്വിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഈ തീരുമാനത്തെക്കുറിച്ചും ഇന്ത്യ vs ഓസ്ട്രേലിയ മത്സരങ്ങൾ ആര് ജയിക്കുമെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.